ഹായ് എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകിട്ട് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. അത്രയ്ക്ക് എളുപ്പമാണ്. നമ്മൾ മലബാർ ഏരിയയിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള മുട്ട സുർക്ക പോലെ തന്നെയാണ്. എന്നാലും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ മുട്ട സുർക്കേനേക്കാളും. കാരണം അതിനേക്കാളും നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പം ഇടിയപ്പം ആ പൊടിയാണ് കേട്ടോ. പിന്നെ ഇത് വറുത്തിട്ടുള്ള പൊടിയൊന്നുമല്ല, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നമുക്കിതിലേക്ക് ചോറ് വേണം. ഞാനിവിടെ ചോറ് വേവിച്ചത് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ മുട്ട സുർക്കയിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കില്ല, ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മുട്ട കൂടെ ചേർക്കുക. എന്നിട്ടിത് ചെറുതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്തിട്ട് നമ്മളിത് വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചിട്ടെടുക്കാൻ പോവാണ്. വെള്ളം ഒരു അര കപ്പ് മുതൽ ഒരു 1/4 കപ്പ് വരെ വെള്ളമാണ് ഇതിന് വേണ്ടി വരിക. വെള്ളം ഒത്തിരി കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ ഒത്തിരി ലൂസായി പോവും. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടില്ല. കുറച്ച് കട്ടിയുള്ളൊരു ബാറ്റർ ആയിരിക്കണം. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇഡ്ഡലിയുടെയൊക്കെ മാവില്ലേ, കുറച്ച് കട്ടിയുള്ള മാവായിരിക്കണം. ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ ഇത് പൊരിച്ചിട്ടെടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കുക. എന്നിട്ടാണ് നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 1 സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അങ്ങനെ പൊങ്ങി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. എന്നാലേ ഉള്ളു വെന്ത് കിട്ടുള്ളൂ. പിന്നെ പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒന്ന് ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് എടുക്കാം. പിന്നെ ഇതിൻ്റെ കളറൊന്നും അത്ര മാറേണ്ട ആവശ്യമില്ല, ആ ഒരു കളർ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇതങ്ങനെ വീർത്ത് വന്നാൽ മതി നന്നായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഇട്ടിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മാവ് ഇതുപോലെ കുറച്ച് കട്ടി ഉണ്ടാവണം. കട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോവും. ബാറ്റർ ഒത്തിരി ലൂസാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ ഉള്ളിലേക്ക് എണ്ണയൊക്കെ കയറിയിട്ട് ഇത് നന്നായിട്ട് വരില്ല, ഇതുപോലെ പൊങ്ങി വരില്ല. അപ്പോൾ അത് ആ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം മാവ് ഒഴിക്കുന്നത്. അതിന് ശേഷം ലോ ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ എല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. നന്നായിട്ട് ഇതുപോലെ ആരൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാവും. നല്ല സോഫ്റ്റായിട്ടുള്ളത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുട്ട സുർക്ക പോലെ തന്നെയാണ്. പിന്നെ അരിപ്പൊടിയും അതുപോലെ കുറച്ച് തേങ്ങയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്